മോളോടെ പോയിന്ന്? ജീനയുടെ കൂടെ മോളോടെ പോയിന്ന്? ആരോട് ചോദിച്ചിട്ട് എടി സിനിമക്ക് പോയിന്ന്? ആരോട് ചോദിച്ചാല് സിനിമക്കൂലെ പറ സതുവ, ഈ ആരോട് ചോദിച്ചിട്ടാ സിനിമക്ക് പോയത്? അല്ലാ, കുട്ടികൾ വല്ലാത്ത രസം തന്നെയാണ് കേട്ടോ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഇതുപോലെ നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കാണ്, നീ ആരോട് ചോദിച്ചിട്ടാണ് സിനിമക്ക് പോയതെന്ന്. അന്ന് നമ്മൾ എന്ത് മറുപടി പറയും? എല്ലാവരും പോയപ്പോൾ ഞാനും ഒപ്പം പോയിന്നോ? അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ചപ്പോൾ ഞാൻ പോയിന്നോ? സിനിമ കാണുന്നതിന്റെ വിധി ഇറ്റ്സ് ഹറാം ഹറാം ഹറാം. കാരണം അതിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ക്യൂ നിന്ന് പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് എങ്ങനെയായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മരണം അതൊരു യാഥാർത്ഥ്യമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അത് ആർക്ക്, എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. സിനിമാ തിയേറ്ററിൽ വെച്ച് സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ബാറിൽ വെച്ച് കള്ളു കുടിക്കുമ്പോഴാണ് മരണം നമ്മളെ തേടിയെത്തുന്നതെങ്കിൽ എത്രത്തോളം മോശമായിരിക്കും നമ്മൾ അന്ത്യമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക മുസ്ലിമേ, ഇനിയും സിനിമയും സിനിമാ തിയേറ്ററുകളും ഉപേക്ഷിക്കാനായില്ലേ?